അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകിട്ടാണ് കേട്ടോ ഈ കുക്കിംഗ് ഒക്കെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത്. എനിക്ക് ഒരു തലകറക്കവും അസ്വസ്ഥതകളൊക്കെ ആയിട്ട് ഇതായിരുന്നു. ഉറക്കം ഇതുവരെ ഒന്നും റെഡി ആയിട്ടൊന്നുമില്ല. എങ്കിലും ഞാൻ എണീറ്റ് പിന്നെ രാത്രിയിലേക്കെങ്കിലും നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. ഉച്ചയ്ക്കോ ഒരു തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലൊരു പടവലം പെട്ടെന്ന് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത് ഒരു പടവലമാണ്. പടവലം ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ സ്വന്തം ചെറുക്കായ ഉപയോഗിച്ചിട്ട് ഒരു മോര് കൂട്ടാനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ടിട്ട് നാളികേരം ഇട്ടു, പിന്നെ പടവലം ചേർത്തു, എന്നിട്ടൊന്ന് ആവി കൊള്ളിച്ച് വേവിച്ച് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ വേവിക്കണേ. കുബേരവിളക്കും ലക്ഷ്മി വിളക്കും എല്ലാം കൊളുത്തി വെച്ചിട്ടുണ്ട്. പൂജാമുറിയിലൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ വിളക്ക് കൊളുത്തി വെച്ചത്. രാവിലെ പിന്നെ ഏട്ടനാണല്ലോ, അപ്പോൾ ഏട്ടൻ വൈകി ലേറ്റ് ആയിട്ടാണ് വരിക. അപ്പം ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ. തല കറക്കം, അതായത് ഒരു അസ്വസ്ഥതകളൊന്നും മാറിയിട്ടില്ല. ഞാനൊന്ന് ഉറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ഉറക്കം അങ്ങോട്ട് ശരിയാകുന്നില്ല. എനിക്ക് എല്ലാം കേൾക്കാം, ഞാൻ തന്നെ സംസാരിക്കുന്നുണ്ട് ഉറക്കത്തിൽ. അതായത് ഇങ്ങനെ തലച്ചോറ് വർക്ക് ചെയ്യുന്നുണ്ടെന്നോ എന്താ ഇതിനെ പറയൂലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ശരിയായിട്ടില്ല, എൻ്റെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. എങ്കിലും ഞാനിപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പണികളെടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ വ്യത്യാസമുണ്ട്. എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ ചോറ് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാനുണ്ട്. അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചിരുന്നു. ഇനി ചേട്ടനെ ഞാൻ ചൂട് വേണമെന്ന് പറയുകയാണെങ്കിൽ ചോറ് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഈ വിസിലൊക്കെ ആയി. നമുക്ക് ഇനി ഞാൻ പറയല്ലേ, നമ്മുടെ സ്വന്തം ചെറുക്കായ ഉപയോഗിച്ചിട്ടുള്ള ഒരു മോരുകാരാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം സീരിയൽ തുടങ്ങേണ്ട സമയമായി. ഇപ്പോൾ സീരിയൽ കാണണം. എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയലുണ്ട്. ഇപ്പോൾ ഒരു ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ വരുന്നുണ്ട്, മഴ തോരും മുൻപേ എന്ന് പറഞ്ഞിട്ട്. എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സീരിയൽ ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. ബോറിംഗ് ആണെങ്കിൽ ഞാനത് ഓഫ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം മറ്റുള്ള സീരിയലുകളും ധാരാളം കാണാറുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നാം, ഭയങ്കര ബോറായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണാറില്ല ഇപ്പോൾ സീരിയലുകൾ. ഇപ്പോൾ ആ സീരിയലുകൾ ഇപ്പോൾ കാണും. ഇപ്പോൾ മഴ തോരും മുൻപേ എന്ന് പറയുന്ന സീരിയൽ മാത്രമേ ഉള്ളൂ ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നാമൊക്കെ ചൊല്ലൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇത് കുക്കിംഗ് ഒക്കെ ആരംഭിച്ചിരിക്കണത്. അപ്പം വലിയ സുഖത്തിൻ്റെ പുറത്തൊന്നല്ല. അപ്പോൾ ഞാൻ ടി വിയുടെ ഇത് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആക്കിയതാ കേട്ടോ. വലിയ സുഖത്തിൻ്റെ പുറത്തൊന്നല്ല അപ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത്. എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി കുക്കിംഗ് ചെയ്ത് കഴിയട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് തോരൻ എന്തായെന്ന് നോക്കാം കേട്ടോ. തോരനൊക്കെ അത്യാവശ്യം വെന്തു. പടവല നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. കുത്തിപ്പൊടി മുളകാണ് കേട്ടോ ഞാൻ ചേർക്കണത്. അതാണ് കുറച്ചുകൂടി എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ മോര് കൂട്ടാനാണല്ലോ. ഒന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ നോൺ എടുക്കുന്നില്ല. അപ്പോൾ ഫിഷ് ഉണ്ട്, അപ്പോൾ അത് എടുക്കുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ വക വെജിറ്റബിൾസ് ഉപയോഗിച്ചുള്ള. പിന്നെ ചോറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. ചോറ് തന്നെ കഴിക്കും. ചോറുണ്ടെങ്കിൽ പിന്നെ ചോറുണ്ണാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തലേന്ന് പോകില്ലല്ലോ നമ്മളുടെ. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ പടവലം തോരൻ റെഡിയായി. ഇപ്പോൾ രാത്രിയിൽ പടവലം തോരനും പിന്നെ മോരൂട്ടാൻ റെഡിയാക്കുന്നു. അതൊക്കെ കൂട്ടിയാണ് ഊണ് കഴിക്കുക നമുക്ക്. കുക്കറ് തുറന്നു. കായ അതാ അത്യാവശ്യമൊക്കെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ തന്നെ കിടന്നാൽ മതി, പ്രത്യേകിച്ചൊന്നും അത് ചെയ്യാനില്ല ചെറുക്കായ. അപ്പോൾ ഇനി നമുക്ക് ചെറുക്കായയിലേക്ക് കുറച്ച് നമ്മുടെ തൈരും നാളികേരമൊക്കെ കൂട്ടി ഒഴിച്ചിട്ടുള്ള നമ്മളുടെ അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി മിക്സാക്കിയിട്ട് നമ്മുടെ ഈ എന്താ പറയുക മിക്സി ഒന്ന് കഴുകിയിട്ട് കേട്ടോ. മിക്സി ഒന്ന് കഴുകി നമുക്കിതങ്ങ് റെഡിയാക്കാം. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം കൂടി എൻ്റെ മിക്സി ഒന്ന് തട്ടിയപ്പോൾ ക്യാമറയൊന്നും നീങ്ങിപ്പോയതാണ്. വെള്ളം ഒഴിച്ചു. ഇനി നമുക്കൊന്ന് ഇത് തിളക്കട്ടെ കേട്ടോ. ഇത് തിളയ്ക്കുന്നതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം.
തള വന്ന് തുടങ്ങി. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ശരി, നാളികേരവും തൈരും ഇതൊക്കെയാണല്ലോ, അങ്ങനെ അങ്ങോട്ട് വലിയ ഇതിലിങ്ങോട്ട് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഉപ്പൊക്കെ ഉണ്ട്, ഉപ്പും പുളിയും ഒക്കെ ഉണ്ട്. അപ്പം നല്ല തളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒന്ന് നാളികേരൊന്ന് കുറുകണം, അല്ല ഒന്ന് ആവണത്, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അല്ലാതെ വെള്ളം ഊറിയിരിക്കാൻ പാടില്ല, കുറച്ച് ഒന്ന് കുറുകണം, അപ്പോഴാണ് ചെറുക്കായ ഇടുമ്പോഴത്തെ ആ ടേസ്റ്റ് വരുള്ളൂ. അപ്പം അതിൻ്റെ ആ തൊലിയുടെ സംഭവവും ഈ തൈരും ഈ പുളിയും ഉപ്പും ഒക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഇത്തിരി മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. അതിൽ നമുക്ക് കാച്ചുമ്പോൾ ചേർക്കാം. നന്നായിട്ട് വറ്റൽമുളകൊക്കെ ചേർത്തിട്ട് വേണം കൂട്ടാൻ കാച്ചി എടുക്കാനായിട്ട്. ചെറുക്കായ മോരൂട്ടൻ ചേർക്കാനായിട്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇന്ന് വെക്കുകയാണെങ്കിൽ എനിക്ക് നാളേക്കും കൂടി ആവും, ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള കറിയും കൂടി ആവും. അപ്പോൾ നാളേക്ക് ഒരു വേറെ എക്സ്ട്രാ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാൽ മതി. അപ്പം അതാണ് മോരുകൂട്ടാൻ വെക്കുന്നതുകൊണ്ട്, രാത്രിയിൽ മോരുകൂട്ടാൻ വെച്ച് വെക്കുന്നതുകൊണ്ട് ഒരു ഗുണം എന്താ വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ, മോരുകൂട്ടാൻ ഇങ്ങനെ തിളയ്ക്കണത് ഫുള്ള് തിളച്ചു, പിരിഞ്ഞിട്ടൊന്നുമില്ല, അടിപൊളിയായിട്ട് തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. സീരിയൽ തുടങ്ങാനുള്ള സമയമായി. അലാം അടിച്ചു കേട്ടോ, എൻ്റെ 7 മണിയുടെ സീരിയൽ. അങ്ങനെ മോരുകൂട്ട നല്ല പോലെ തിളച്ച് മറഞ്ഞു. നമ്മുടെ ചെറുക്കായ നല്ല പോലെ തിളച്ചെടുത്തിട്ടുണ്ട്. നാളികേരം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചീനച്ചട്ടി അടപ്പത്തിട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പം അത്യാവശ്യം ഒത്തിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. മോരുകൂട്ടാനിൽ വെളിച്ചെണ്ണ കൂടുതൽ വേണം, അതാണ് അതിൻ്റെ ഒരു സ്വാദ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഞാൻ കാച്ചിയെടുക്കുകയും. അപ്പോൾ നല്ല മണമായിരുന്നു ചുറ്റിനും. സീരിയൽ തുടങ്ങി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് സീരിയൽ തുടങ്ങി, അപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. ഞാൻ സീരിയൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് കാച്ചിക്കൊണ്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലും നല്ല മണമായിരുന്നേ. വറ്റൽമുളക് നമ്മുടെ നല്ല എരിവുള്ള വറ്റൽമുളകും കൂടിയാണല്ലോ, അപ്പോൾ നല്ല സ്വാദായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ചെയ്തു അതൊരു പാത്രത്തിലേക്ക് അങ്ങ് പകർത്തി വെച്ചു. അപ്പോൾ അത് അങ്ങനെ മേശപ്പുറത്ത് കൊണ്ടുപോയി വയ്ക്കാമല്ലോ, എന്നിട്ട് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ ചോറ് എടുത്തിട്ട് ഞാൻ ആദ്യം കഴിക്കാൻ ചേച്ചിയായിട്ട് ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ അപ്പോൾ കുറച്ച് ചോറും കുറച്ച് തോരനും, കുറച്ച് ചോറും അല്ല കേട്ടോ, അത്യാവശ്യം ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എനിക്ക് ഭക്ഷണം. ചോറ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആക്രാന്തമാണ്. അപ്പോൾ ചോറും കുറച്ച് കറികളും, അയ്യോ വയലിങ്ങനെ വെള്ളം വരും. നല്ല ടേസ്റ്റായിരുന്നു ചെറുക്കായ. നമ്മുടെ മോരുകൂട്ടാനായിട്ട് കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എല്ലാവരും അടിപൊളി സ്വാദോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. ഇന്ന് ഒരു പപ്പടം കൂടി എടുത്തിട്ടുണ്ട്. അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ്സ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.